ഫ്ലോറിങ് അണ്ണാ വാറ് നിന്നു എന്ന് പറയും, അടുത്ത ദിവസം പൊട്ടും. നിന്നു എന്ന് പറയും, പൊട്ടും. ഇന്നലെയൊക്കെ വലിയ വിഷയം നടക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ആക്ച്വലി നമ്മൾ ഒരു വികസ്വര രാഷ്ട്രവും നമ്മൾ സ്വന്തമായിട്ടൊന്നും നിർമ്മിക്കാത്ത രാഷ്ട്രമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്കെല്ലാം വരേണ്ടത് കടൽ മാർഗം തന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ കൂടെ ഫോർമീസ് കടലിടുക്കുകയൊക്കെ ആയതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ അഫക്റ്റഡ് ആണ്. കാരണം ഇതിനകത്ത് പെട്രോളിയം പ്രോഡക്ട്സ് അതിനകത്ത് പ്ലാസ്റ്റിക്കും കാര്യങ്ങളെല്ലാം വരും പെട്രോളിയം പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ. പിന്നെ അതുപോലെ സെൻസർ പോലുള്ള ചിപ്പുകൾ ഒക്കെ വ്യത്യാസം, ചിപ്പുകളൊക്കെ ഭയങ്കര കോസ്റ്റായി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കോസ്റ്റ് വന്നിരിക്കുന്നത് ഈവൻ ഡീസൽ വരെ നമുക്ക് 10 രൂപയുടെ വ്യത്യാസമേ വന്നിട്ടുള്ളൂ. 95 നിന്ന് 103 8 രൂപയുടെ വ്യത്യാസമേ വന്നിട്ടുള്ളൂ. ദേശാന്തരങ്ങൾ അനുസരിച്ച് ചെറിയ വേരിയേഷൻ വന്നു കൂട്ടിക്കോ. പക്ഷേ എന്നാൽ പോലും ടൈലിൻ്റെ കേസിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീരാജിൻ്റെ അടുത്ത് വ്യത്യാസം വന്നു. ദേവി ടൈൽസിൽ ശ്രീരാജിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും പറയുന്നത് 40 രൂപ ഉണ്ടായിരുന്ന പ്രൊഡക്റ്റ് 55 വന്നു. എനിക്ക് 2010 ഉണ്ടായിരുന്ന റേറ്റിലേക്ക് വന്നു, 2009-10 റേറ്റിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലതാനും. അന്ന് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, വേറെ കാര്യം. ഇപ്പം അതുമല്ല, ഇപ്പം പ്രശ്നം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ എടുത്തു വെക്കാൻ പേടിയാണ്. കാരണം ഇപ്പം ഒരു കണ്ടെയ്നർ സാധനം എടുത്തു, ഇവിടെ വരുമ്പോഴത്തേക്ക് റേറ്റ് കാണാൻ കുറഞ്ഞ എന്ത് ചെയ്യും. മാത്രമല്ല കണ്ടിന്യൂറ്റി പ്രശ്നം. എനിക്ക് തോന്നുന്നു കുറേ കാലം പ്രൊഡക്ഷൻ ഇല്ലാതെ. അതുപോലെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാനുഫാക്ചേഴ്സ് എന്ത് ചെയ്യുന്നു അത് എടുക്കേണ്ട അവസ്ഥയാണ്. പണ്ട് നമ്മൾ ഡിസൈൻ കൊടുത്തിട്ട് നമുക്കത് വാങ്ങിച്ചെടുക്കാമായിരുന്നു. ഇപ്പം മാനുഫാക്ചേഴ്സ് പ്രയോറിറ്റി കൊടുക്കുന്ന ഡിസൈൻ എടുക്കേണ്ട അവസ്ഥയാണ്. കാരണം ഒരു ലിമിറ്റഡ് പ്രൊഡക്ഷനേ നടക്കുന്നുള്ളൂ. അപ്പോൾ ടൈല് ഗ്രാനൈറ്റ് കോമൺ ആയിട്ട് നമുക്കിവിടെ വരുന്ന സാധനം തന്നെയല്ലേ ടൈലും ഗ്രാനൈറ്റും കോമൺ ആയിട്ട് വരുന്നത്. അത് ഗ്രാനൈറ്റ് നമ്മുടെ ഇന്ത്യൻ പ്രോഡക്റ്റ് തന്നെയാണ്. പുറത്തുനിന്നുള്ള വരുന്ന ഇറ്റാലിയൻ മാർബിളാണ് വരുന്നത്. അതിന് ഇഷ്യൂ ഉണ്ട്, റേറ്റ് ചേഞ്ചസ് ഉണ്ട്. പക്ഷേ ഗ്രാനൈറ്റിനകത്ത് ചേഞ്ചസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഈ കൊറോസിനൊക്കെ ഉപയോഗിച്ച് മണ്ണെണ്ണ ഉപയോഗിച്ച് കട്ടിങ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനകത്തും കുറേ ഇങ്ങനെയുള്ള എക്സ്പെൻസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് വന്ന ചേഞ്ചസ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷനിൽ ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഗ്രാനൈറ്റിൻ്റെ റേറ്റ് കൂടാനുള്ള കാര്യം. ക്വാളിറ്റിയിൽ നല്ല വേരിയേഷൻ, റേറ്റിലൊക്കെ അനുസരിച്ച് നല്ല രീതിയിലുണ്ട്. ഗ്രാനൈറ്റിൻ്റെ ഒരു 10 വർഷം മുമ്പത്തെ ക്വാളിറ്റി അല്ല ഇപ്പം. കാരണം മലയല്ലേ, പാറമല വെട്ടി തീർത്തോണ്ടിരിക്കുന്നതനുസരിച്ച് ഇതിന്റെ ക്വാളിറ്റിയിലും ചേഞ്ച് വരും, വ്യത്യാസം വരും. ഹാർഡ് റോക്കിൽ വരുന്ന ചേഞ്ച്, ക്വാളിറ്റി ചേഞ്ച്, കളർ അവൈലബിലിറ്റി. പണ്ടൊക്കെ ഒത്തിരി കളർ ഉണ്ടായിരുന്നു. ഇപ്പം കളർ ഇപ്പോഴും ഒത്തിരി അവൈലബിലിറ്റി ഉണ്ട്. പക്ഷേ യഥാർത്ഥ കളറാന്ന് ചോദിച്ചാൽ അല്ല. വൈറ്റ് തന്നെ ഒരു 10 കളറായിട്ട് ധാരാളം ഉണ്ട്. വൈറ്റ് മാറ്റി ആ വൈറ്റിനെ ഒരു 10-15 കളറാക്കാം. അതെ, ഇപ്പോഴും ഈ കർണാടകത്തിലൊക്കെ ചെന്ന് കണ്ടവർക്കറിയാം, ഒരു മല വെട്ടി തീർക്കുവാണ്. ഒരു വലിയ മല വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ പാറയൊക്കെ അതിപ്പം നമ്മുടെ ഗ്രാനൈറ്റ് ആയാലും നമ്മുടെ നോർമലി ആർട്ടിഫിഷ്യൽ സ്റ്റോൺ ഉണ്ടല്ലോ, ബാംഗ്ലൂർ സ്റ്റോൺ അങ്ങനെയുള്ള എല്ലാം അത് തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും, ഈ മലയാണ് അടിച്ച് തീർത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.